പ്രിയപ്പെട്ട ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. അടുത്തിടെ ഒരു ഉദ്യോഗാർത്ഥി ഞങ്ങളോട് ആരാഞ്ഞ ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു മുഴുനീള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രാഫിക് ലൈറ്റുകളെ കുറിച്ചാണ്. ട്രാഫിക്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന 3 തരം ലൈറ്റുകളാണ്: ചുവപ്പ്, ആംബർ, ഗ്രീൻ. ഈ മഞ്ഞ ലൈറ്റിനെ ആംബർ ലൈറ്റ് എന്നാണ് പറയുന്നത്. അത് ആംബർ കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദ്യം പെട്ടെന്ന് നമുക്കിത് അറിയാമെങ്കിലും ചുവന്ന ലൈറ്റ് എവിടെ വരുന്നു എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മുകളിലാണോ, താഴെയാണോ, നടുവിലാണോ എന്ന് പറഞ്ഞൊക്കെ ചോദ്യം വരാം. അപ്പോൾ നിങ്ങൾ ആ ഓർഡർ ഒന്ന് പഠിച്ചിരിക്കുക. റെഡ്, ആംബർ, ഗ്രീന്, RAG, റാഗ് എന്നാണ് ഇതിൻ്റെ കോഡ്. റെഡ് ഏറ്റവും മുകളിൽ, നടുക്ക് വരുന്നത് ആംബർ കളറാണ്, ഏറ്റവും താഴെ വരുന്നതാണ് ഗ്രീൻ കളർ. ഇനി ഇതിൽ പഠിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളെക്കുറിച്ചാണ്. ട്രാഫിക് ലൈറ്റ് എന്ന് പറയുന്നത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് പഠിക്കണം. ബ്രിട്ടീഷുകാരനായിരുന്ന JP നൈറ്റ് ആണ് 1868 ഈ ട്രാഫിക് ലൈറ്റിനെ കണ്ടുപിടിച്ചത്. ട്രാഫിക് ലൈറ്റ് അതിന് ശേഷം ഇന്ത്യയിലൊക്കെ വന്നു. മിന്നുന്ന മഞ്ഞ നിറം കാണാറുണ്ടല്ലേ, അതേപോലെ മിന്നുന്ന ചുവപ്പ് നിറം കാണാറുണ്ട്, പച്ച കളർ മാത്രമായി കാണാറുണ്ട്, മഞ്ഞ കാണാറുണ്ട്, ചുവപ്പ് കാണാറുണ്ട്. ചുവപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? സ്റ്റോപ്പ് ലൈനിലോ വാഹനം നിർത്തേണ്ട ഭാഗത്തോ ക്രോസ് വാക്കിന് മുമ്പോ വാഹനങ്ങൾ നിർത്തണമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ചുവപ്പ് നിറം. പച്ച ലൈറ്റ് തെളിയുന്നത് വരെ വാഹനങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. അതാണ് ചുവപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ചുവപ്പ് കത്തി നിൽക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്താണ് ഈ ചുവപ്പാണ് ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന കളറും. നടുവിൽ കാണപ്പെടുന്നതാണ് മഞ്ഞ നിറം. ചുവപ്പ് ലൈറ്റ് കത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മഞ്ഞ നിറം നൽകുന്നത്. സുരക്ഷിതമായി നിർത്താൻ കഴിയുമെങ്കിൽ ഡ്രൈവർമാർ നിർത്താൻ തയ്യാറാകണമെന്നും ഈ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നു. ഏറ്റവും താഴ്ഭാഗത്ത് കാണപ്പെടുന്നതാണ് പച്ച നിറം. വാഹനം മുന്നോട്ട് പോകാമെന്ന് സൂചിപ്പിക്കുന്നതാണ് പച്ച നിറം. പക്ഷേ എപ്പോഴും ജാഗ്രത പാലിക്കുകയും കാൽനടക്കാർക്കും അതേപോലെ കവലയിലുള്ള മറ്റ് വാഹനങ്ങൾക്കും നമ്മളെപ്പോഴും മുൻഗണന കൊടുക്കുകയും വേണം, കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ. ഈ മിന്നുന്ന ചുവപ്പ് നിറം ഒരു സ്റ്റോപ്പ് ചിഹ്നം പോലെയാണ് സത്യം പറഞ്ഞാൽ മിന്നുന്ന ചുവപ്പ് നിറം. ഡ്രൈവർമാർ പൂർണ്ണമായും നിർത്തുകയും സുരക്ഷിതമാകുന്ന സമയം മാത്രം മുന്നോട്ട് പോവുകയും വേണം. സിഗ്നൽ കട്ടായി കിടക്കുമ്പോൾ ചുവപ്പ് കത്തി മിന്നുന്നത് കാണാം, മഞ്ഞ കത്തി മിന്നുന്നത് കാണുന്ന ഒരു അവസ്ഥ വരും അല്ലേ. ഏറ്റവും കൂടുതൽ ചുവപ്പാണ് കത്തി മിന്നുന്നത്. ചുവപ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് സുരക്ഷിതമാണ് എന്ന് നമ്മുടെ സൈഡൊക്കെ നോക്കിയതിന് ശേഷം മാത്രം മുമ്പോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നിർത്തുക തന്നെ വേണം, വാഹനം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. ഇനി മിന്നുന്ന മഞ്ഞ നിറം ഡ്രൈവർമാർ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും ആവശ്യമെങ്കിൽ നിർത്താൻ തയ്യാറാകണമെന്നും സൂചിപ്പിക്കുന്നു. നമ്മളൊരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഈ നിറം വന്നിട്ടാണ് അങ്ങ് മാറുന്നത് അല്ലേ. ഇപ്പോൾ ചുവപ്പ് കത്താൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മഞ്ഞ അങ്ങ് കത്തും. അപ്പോൾ ആ മഞ്ഞ കത്തുന്ന സമയത്ത് നമ്മളൊക്കെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് ജാഗ്രത പാലിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത്. പെട്ടെന്നായിരിക്കും നിറം മാറുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് കൂടുതൽ പോയിൻ്റ് അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ ട്രാഫിക് ലൈറ്റ് വന്നത് കൊൽക്കത്തയിലാണ്. 1920-കൾക്ക് ശേഷമൊക്കെയാണ് കൊൽക്കത്തയിൽ വന്നത്. അതിനുശേഷം പിന്നെ പഠിക്കാനുള്ളത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചിരിക്കാം. ഏറ്റവും കൂടുതൽ ട്രാഫിക് ലൈറ്റുകളുള്ള ഭാഗം എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്.